ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രം 76ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹി കർത്തവ്യപഥിൽ പ്രൗഢഗംഭീര ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു. മുഖ്യാതിഥിയായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ ധീരജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനയുടെ ആദർശങ്ങൾ ശക്തിപ്പെടുത്താനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിനായുള്ള യാത്രയിൽ കേരളം മുൻനിരയിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജ്യത്ത് ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദ് നസി മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രം ഇന്ന് 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തി. വർണ്ണോജ്വലമായ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ ധീരജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും പ്രകടമായ റിപ്പബ്ലിക് ദിന പരേഡിൽ കര, വ്യോമ, നാവിക സേനകൾക്കൊപ്പം പോലീസ്, അർദ്ധസൈനിക വിഭാഗവും NCC കേഡറ്റുകൾ തുടങ്ങിയ സംഘങ്ങളും അണിനിരന്നു. ഇന്തോനേഷ്യയിൽ നിന്നുള്ള 160 അംഗ മാർച്ചിംഗ് സംഘവും 190 അംഗ ബാൻഡ് സംഘവും പരേഡിൽ പങ്കെടുത്തു. സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്ന പ്രമേയത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവയിൽ നിന്നുള്ള 31 നിശ്ചല ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 47 വിമാനങ്ങളുടെ ഫ്ലൈ പാസ്റ്റോടെയാണ് പരിപാടി അവസാനിച്ചത്. Now gracing the skies is the awe-inspiring beam formation. Leading this majestic display is the C-17 Globemaster, a true embodiment of power, endurance and reliability in the air. Formation flying at a speed of 555 kilometers. Led by Group Captain Sameep Nithawan, mentioned in dispatches. Sukhoi is flown by Group Captain Dhruv Kumar, Vayusena Medal and Wing Commander Sudeep V. രാഷ്ട്രനിർമ്മാണത്തിലും സമൂഹ നിർമ്മാണത്തിലും നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനായി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക അതിഥികളെയാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചത്. ഗ്രാമങ്ങളിൽ നിന്നുള്ള സർപഞ്ചുമാർ, കരകൌശല കൈത്തറി വിദഗ്ധർ, സ്വയം സഹായ സംഘ അംഗങ്ങൾ, ആശ, അംഗൻവാടി വർക്കർമാർ, റോഡ് നിർമ്മാണ തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ 34 വിഭാഗങ്ങളിൽ നിന്നായി 10,000 പേരാണ് പ്രത്യേക അതിഥികളായി കർത്തവ്യപഥിൽ എത്തിയത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. സാമൂഹിക ഐക്യം, കുടുംബമൂല്യങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, സ്വദേശി മനോഭാവം, പൗരന്മാരുടെ കടമകൾ തുടങ്ങിയ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കാനും ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു. ഭരണഘടനയുടെ ആദർശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശക്തവും സമൃദ്ധവുമായ ഇന്ത്യയ്ക്കായി പ്രവർത്തിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ ഈ അവസരം ശക്തിപ്പെടുത്തട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ഭരണഘടനാ മൂല്യങ്ങളിലുള്ള വിശ്വാസത്തിന്റെയും സാമൂഹിക സമത്വത്തോടും ജനാധിപത്യത്തോടുമുള്ള സമർപ്പണത്തിന്റെയും പ്രതീകമാണ് റിപ്പബ്ലിക് ദിനമെന്ന് ആശംസാ സന്ദേശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ജനാധിപത്യത്തെ ആഘോഷിക്കാനും ഭരണഘടനയിലെ ആശയങ്ങളെയും മൂല്യങ്ങളെയും ആഘോഷിക്കാനുമുള്ള അവസരമാണ് റിപ്പബ്ലിക് ദിനമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഭരണഘടനയുടെ ആദർശങ്ങൾ പരിരക്ഷിക്കാനും ശക്തവും സമൃദ്ധവുമായ രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കാനും സമർപ്പിക്കാമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. നിരവധി വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സത്യാഞ്ജൽ പാണ്ഡെ ത്രിവർണ്ണ പതാക ഉയർത്തി. സ്വാമി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ, ശ്രീലങ്കൻ നാവികസേന ഉദ്യോഗസ്ഥർ എന്നിവർ അണിനിരന്ന കലാപരിപാടികളും നടന്നു. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ അഭിമാനമാണ് ഭരണഘടനയെന്നും അതിനെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും കടമയാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. ദാദറിലെ ഛത്രപതി ശിവജി മഹാരാജ് മൈതാനിയിൽ ഗവർണർ CP രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് മഹാരാഷ്ട്രയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ജാർഖണ്ഡിൽ റാഞ്ചിയിലെ മൊർഹാബാദി ഗ്രൌണ്ടിൽ ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാർ ദേശീയ പതാക ഉയർത്തി. ധീരതയ്ക്കും സ്തുത്യർഹ സേവനത്തിനും ഗവർണർ 44 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെഡലുകൾ നൽകി ആദരിച്ചു. തെലങ്കാനയിൽ സെക്കന്ദരാബാദിലെ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജിഷ്ണുദേവ് വർമ്മ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. ഒഡീഷയിൽ സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഗവർണർ ഹരിബാബു കമ്പമ്പതി ദേശീയ പതാക ഉയർത്തി. മധ്യപ്രദേശിൽ ഭോപ്പാലിലെ ലാൽ പരേഡ് ഗ്രൌണ്ടിൽ ഗവർണർ മംഗുഭായ് പട്ടേൽ ദേശീയ പതാക ഉയർത്തി സംയുക്ത പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിലെ റിപ്പബ്ലിക് ദിന ചടങ്ങ് ശ്രീവിജയപുരത്തെ മറീന പാർക്കിൽ നടന്നു. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് സന്ദീപ് കുമാർ IAS ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വിപുലമായ പരിപാടികൾ നടന്നു. കേരളത്തിലും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിവാദ്യം സ്വീകരിച്ചു. The makers and the writers of our constitution, our forefathers like Dr. Rajendra Prasad, Dr. Bhimrao Ambedkar and all other dignitaries throughout the country have had some vision before them. What this country should be like, how the people of this country will be, what should be the direction of our development, all sorts of development that has been visionized by all these people, envisioned by these people, by our forefathers. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള യാത്രയിൽ കേരളം മുൻനിരയിലുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ സന്നിഹിതനായി. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. വിവിധ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കൊച്ചി ദക്ഷിണ മേഖല നാവിക കമാൻഡ് ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് INS വെണ്ടുരുത്തിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് സി കേഡറ്റുകൾ NCC ഉൾപ്പെടെ 800-ലധികം പേർ പങ്കെടുത്ത പരേഡ് അദ്ദേഹം പരിശോധിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ചേതക് ഹെലികോപ്റ്ററുകൾ പങ്കെടുത്ത ഫ്ലൈറ്റ് പാസ് നടന്നു. വയനാട്ടിലെ കടുവയെ വെടിവെച്ചു കൊല്ലുന്നത് നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കുമാണ് പ്രാധാന്യമെന്ന് മന്ത്രി പറഞ്ഞു. കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടെ കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്ന ദൌത്യസംഘത്തിലെ ഉദ്യോഗസ്ഥന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ലെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. രാജ്യത്ത് ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കേന്ദ്രം പദ്ധതി അവതരിപ്പിച്ചത്. NPS പരിരക്ഷയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിരിക്കും പദ്ധതിക്ക് അർഹതയുണ്ടാവുക. എന്നാൽ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി തിരഞ്ഞെടുക്കാതെ തന്നെ NPSൽ തുടരാനും അവസരമുണ്ടാകും. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദ് നസി മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 7:30 മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ ടോപ്പ് സീഡായ US-ന്റെ ടെയ്ലർ ഡൌൺസെന്റും ചെക്ക് താരം കാറ്ററീന സിനിയാക്കോവയും വനിതാ ഡബിൾസ് കിരീടം ചൂടി. 3-ാം സീഡ് ജോഡികളായ ലാറ്റ്വിയ തായ്വാൻ സഖ്യത്തെ 6-2, 6-7, 6-3 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ഇന്ന് 2 ആഴ്ച പൂർത്തിയായി. ദിവസേന ലക്ഷക്കണക്കിന് ഭക്തരാണ് പുണ്യസ്നാനം നടത്തുന്നത്. ചടങ്ങുകൾക്ക് ശേഷം തീർത്ഥാടകർ മേള പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള നിരവധി പ്രദർശനങ്ങളും പവലിയനുകളും സന്ദർശിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം 76-ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹി കർത്തവ്യപഥിൽ പ്രൗഢഗംഭീര ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു. മുഖ്യാതിഥിയായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ ധീര ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനയുടെ ആദർശങ്ങൾ ശക്തിപ്പെടുത്താനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിനായുള്ള യാത്രയിൽ കേരളം മുൻനിരയിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജ്യത്ത് ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദ് നസി മുംബൈ സിറ്റി പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.